നമസ്കാരം. ഇന്ന് കേരമീൻ കുടംപുളിയിട്ട് കറി വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കറി എങ്ങനെ വയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. ഇന്ന് മീന് വേണ്ടി ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. മുളക് പൊടി, പുളിയും ഉപ്പും വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്, വെളിച്ചെണ്ണ, കായപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, ഉലുവാപ്പൊടി, കടുക്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ചൂടുവെള്ളം, പിന്നെ പ്രധാന വില്ലൻ മീൻ. ഇനിയും നമുക്ക് കറിയിലേക്ക് പോയാലോ. കറി വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. തീ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് എണ്ണ ചൂടാകട്ടെ. ഇതിലേക്ക് നമുക്ക് കടുകിടാം. കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ചതച്ച് വിടാം. ഞാൻ ചെറുതായി അരിഞ്ഞാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് അതാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. ചെറുതായി ചുവക്കുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്ന് വന്നിട്ടുണ്ട്. ഇത്രയും ചുവന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും സ്വല്പം ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കുക. പച്ചമണം മാറി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ സമയം പുളിയും ഉപ്പും കൂടിട്ട വെള്ളം ഉണ്ടായിരുന്നു എൻ്റെ പക്കൽ. അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ സ്വല്പം കായപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. സ്വല്പം കായപ്പൊടി ചേർത്താൽ വലിയ മീനൊക്കെ നന്നായിരിക്കും. ഇത് പത്തനംതിട്ട സ്റ്റൈൽ മീൻ കറിയാണ്. ഇങ്ങനെയും ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നന്നായിരുന്നു. ഇത് നന്നായി തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ. മീൻകറിയുടെ അരപ്പ് തിളച്ചോ എന്ന് നോക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മീൻ കഷ്ണങ്ങൾ ചാറിന് അടിയിലോട്ട് ആക്കി കൊടുക്കണം. ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് അടച്ച് വയ്ക്കാം. നമ്മുടെ മീൻ കറി തിളച്ച് പറ്റിയിരിക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് സ്വല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി നമുക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ആ കറിയുടെ 4 പാടും വെളിച്ചെണ്ണ ഒന്ന് ചെല്ലാൻ വേണ്ടി ഒന്ന്
ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ പച്ചക്കറിവേപ്പിലയൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ശേഷം 1 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. തീ ഓഫ് ചെയ്യാം. കുടംപുളി ഇട്ട വെച്ച മീൻകറി തയ്യാറായി. ഈ മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെയും ബൈ. താങ്ക് യു.